കേരളത്തിൽ 25 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടെന്ന് തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ. 25 ലക്ഷം. പ്രതിവർഷം 2,35,000 പേർ സംസ്ഥാനത്ത് തൊഴിൽ തേടി എത്തുന്നുണ്ട്. ഇവരിലൂടെ 17,500 കോടി രൂപയാണ് സംസ്ഥാനത്തിന് പുറത്തോട്ട് പോകുന്നതെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. പടച്ച റബ്ബേ, എത്ര പൈസയാണ് അന്യസംസ്ഥാനക്കാർ കൊണ്ടുപോണത്? കട്ടുണ്ടോന്നല്ലോ പണിയെടുത്തിട്ടല്ലേ കൊണ്ടുപോയിക്കോട്ടെ. തടിയനങ്ങി പണിയെടുക്കണ ശീലവും നേരത്തെ നമ്മൾ നിർത്തിയതാ. അപ്പൊ പിന്നെ അന്യനാട്ടിൽ നിന്ന് ആള് വന്ന് കൊണ്ടുപോകുക തന്നെ. നാട്ടിലുള്ള മലയാളികൾ തടി അനക്കൂല. ദുബായിലും സൗദിയിലും ഒക്കെ പോയിട്ട് ചോര നീരാക്കുകയും ചെയ്യും. ആ കണക്കിന് കോടികളെ കേരളത്തിലേക്കും വരുന്നുണ്ടല്ലോ. പൊരവാർക്കല്, തേപ്പ്, ടൈൽസ്, മരപ്പണി എല്ലാത്തിനും അന്യസംസ്ഥാന തൊഴിലാളികളാ. മീൻ കച്ചവടത്തിനും കൂടി ഒരു വന്നാല് നമ്മളെ കാര്യം കട്ടപ്പോകയാ. മീൻ വെക്കാൻ അന്യസംസ്ഥാനക്കാർ വരൂലെന്നൊന്നും പറയാൻ പറ്റൂല. ലൂസിയിലുള്ള ആൺകുട്ടികള് ചെലപ്പങ്ങളെ മുന്നേ കൂടെ എങ്ങനെ മീൻ വിറ്റ് നടക്കൂ. ഈ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ പത്തുവോ? നമ്മളെ കഞ്ഞിയിൽ മണ്ണ് മാറിയിടാനേ ആരെയും നമ്മൾ സമ്മതിക്കൂല. നിങ്ങള് കേസ് കൊടുക്കൂ? അല്ല, കേസിനൊന്നും ഒരു വകുപ്പില്ല. നമ്മള് നിരാഹാരം കിടക്കും. എന്താ ചിരിക്കണത്? രണ്ടാമത്തെ ദിവസം നിങ്ങളെ മയ്യന്റെ പള്ളി പറമ്പിൽ കിടക്കൂ. ഒരു നേരം വെള്ളം കുടിക്കാണ്ടെന്നാ പള്ളേക്കാലിന് മയ്യത്താന്നൊക്കെ പറയുന്ന ആളല്ലേ നിങ്ങള്? അല്ല, നമ്മള് പേടിക്കണ പോലെ നടക്കുവോ പത്തുവോ? നിങ്ങൾ മാണ്ടാത്ത വിചാരമൊക്കെ മാറ്റി വെച്ചിട്ട് വേഗം പോയിട്ട് മുടി വെട്ടിച്ചിട്ട് ഇങ്ങോട്ട് വരി. എന്തിനാ പത്തു ഇന്ന് മുടി വെട്ടിക്കണേ? നരിക്കിനിയിലെ സലാംകായിന്റെ മോളെ കല്യാണല്ലേ എന്നേ? ആ മറന്നു നിങ്ങള്? അതിന് പോണ്ടേ? ദാ ഈ കൂതറ മുടിയായിട്ട് ഇഞ്ചൊപ്പരം വരണ്ട. അപ്പൊ നമ്മളെ മുടിയാണ് പ്രശ്നം. ഓള് വലിയ മൊഞ്ചത്തിയാ. ഇന്നെ പരിചയമുള്ള കൊറേ ആൾക്കാരുണ്ടാവും അവിടെ. ഓല മുന്നിൽ ഇതാണ് ഇഞ്ച കെട്ടിയോന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട എനിക്ക് നാണക്കേടാ. അതുകൊണ്ട് നല്ല കോലത്തിൽ വരാൻ പറ്റെങ്കിൽ നിങ്ങൾ വന്നാ മതി, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരികയും വേണ്ട. ബാർബർ ഷാപ്പ് പോയാലേ 1-2 മണിക്കൂർ അവിടെ കാത്തുത്തിരിക്കണം. കാത്തുകുത്തിരുന്നോളി. എന്താണെങ്കിൽ ഇത്തലയായിട്ട് ഇങ്ങോട്ട് വരണ്ട. വെട്ടി ഒതുക്കി നല്ല കുട്ടപ്പനായിട്ട് ഇങ്ങോട്ട് വന്നാ മതി. ശരി, നമ്മൾ പോയി വെട്ടിയിട്ട് ചായ അത് വേണ്ട, അത് ഭയങ്കര സ്ട്രോങ്ങാ. ഞാൻ അതിലും വലിയ സ്ട്രോങ്ങാ. കുടിച്ചിട്ട് വരുന്ന പോയാൽ കുടിച്ചാ മതി. നമുക്ക് വേണ്ട, നമുക്ക് ലൈറ്റ് ചായ ഇനി വേണ്ടിനി. ലൈറ്റ് ആക്കിട്ട് റിസ്പോണ്ട് റസിക്കും കൊടുക്കാനുള്ളതുണ്ട്. ആരിത് മൂസക്കോ? മൂസന്റെ ഒരു കുറവുകൂടി ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ചർച്ച ചെയ്യാനും തൽക്കാലം നമുക്ക് നേരില്ല. നമുക്ക് മുടി വെട്ടിട്ട് വേഗം പോകണം. എന്റെ മൂസക്ക, നിങ്ങൾക്ക് എങ്ങനെയാ പോവാൻ തോന്നുന്നത്? നമ്മളെ രാജ്യം പോകുന്ന പോക്ക് നോക്ക്. അസഹിഷ്ണുതയല്ലേ ചുറ്റും. ഈ രാജ്യത്ത് ഫാസിസം വരൂലെന്ന് വിചാരിച്ചല്ലേ നമ്മള്? എന്നിട്ട് വന്നില്ലേ മൂസേ? ആര് വരും പോകുന്നു ഞമ്മക്കറിയില്ല. എന്റെ മെമ്പറെ, പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കാത്തോണ്ടാണ് നാട്ടില് ഫാസിസം വരുന്നത്. താടി പഠിക്കുക ഒരാളോട് ഇരിക്കുന്നുണ്ട് ബാല. ഞാൻ ആ കാര്യം മറന്നുപോയി. ഫാസിസം എത്തിയില്ലേ, അതിനെതിരെ പ്രതികരിക്കണ്ടേ? എന്റെ മോന്താമിലാണോ എന്റെ പ്രതികരണം? എന്റെ താടി വടിച്ചിട്ടൊന്ന് പ്രതികരിച്ചോ? അതെ, ഞമ്മക്ക് നരിക്കുനിയിലെ ഒരു കല്യാണത്തിന്റെ റിസപ്ഷൻ ഉണ്ട്. വേഗം മുടി വെട്ടിയാൽ ഞമ്മക്ക് അങ്ങോട്ട് പോവേനി. മണിക്കൂർ 2 മൂസേ ഞാൻ എന്റെ താടി ഇവന് വിട്ടുകൊടുത്തിട്ട് ഇതുവരെ ഓൻ തിരിച്ചു തന്നിക്കില്ല. അതെ, ബാർബർ ബാലൻ വളരെ ഉയർന്ന രാഷ്ട്രീയ ബോധമുള്ള ഒരാളാണ്. ജോലി ചെയ്യുന്നതിനിടയിൽ അയാൾ സമകാലീന രാഷ്ട്രീയ പരിതസ്ഥിതിയെ കുറിച്ച് ജാഗരൂകനായിരിക്കും. എന്ത് രൂപം വേണമെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ കൂടെ പണിയെടുക്കണം. നമ്മള് മലയാളികള് പണിയെടുക്കാണ്ട് രാഷ്ട്രീയം കളിച്ച് നടക്കുക. മൂസ പറഞ്ഞത് ട്രേഡ് യൂണിയനുകൾ ഉന്നം വെച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ആ ഉന്നം വെച്ചിട്ട് തന്നെയാ. തൊഴിലാളി യൂണിയനെ കുറ്റം പറയരുത് മൂസക്ക. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് കൂലിയും ചെലവുമായി കൊടുക്കുന്നത് അവരല്ലേ? അവകാശത്തിനെ പറ്റി ബോധം ഉണ്ടായി കൊടുക്കുന്നത് അവരല്ലേ? ബാലാ, എന്റെ താടിക്ക് എന്താ പറ്റി? താടിക്കൊന്നും പറ്റിക്കില്ല. ഇത് വിട്ടു തന്നാൽ എനിക്ക് പോവാൻ പറ്റൂ. അല്ല, മെമ്പറും താടി പഠിക്കാൻ വന്ന അല്ല, ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റാൻ വന്നതാ. പ്രതിച്ഛായ മാറ്റുന്നതിന്റെ ഭാഗമായി ഒരു പുതുമ. നമുക്ക് വേഗം പോവാനുള്ള. മെമ്പർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. നമ്മൾ മുടി വെട്ടിട്ട് ഇങ്ങക്ക് വെട്ടിയാ പോരെ? അത് നടക്കൂല മൂസേ. ഞാനൊരു വാർഡ് മെമ്പർ മാത്രമല്ല, ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. എനിക്ക് മീകാര മൂസയേക്കാൾ തിരക്കും. വേഗം പോണം. മെമ്പർ കഴിഞ്ഞ് 2 ആള് കഴിഞ്ഞിട്ടേ മൂസക്ക ഉള്ളൂ. അതെ, വേറെ 2 ആള് ഇവിടുത്തെ സ്ഥിരം കുറ്റികളാ. നേരത്തെ വന്ന് ബുക്ക് ചെയ്ത് പോയതാ. അപ്പൊ ചുരുക്കത്തിൽ ഇപ്പൊ ഒരു 1.5 മണിക്കൂർ കഴിയും.
ഹലോ മെമ്പറാണ്. സഖാവ് കുഞ്ഞിഷേട്ട മരിച്ചോ? ഞാൻ എന്താ വരുന്നത്? ബാല, തലമൂത്ത സഖാവാണ് മരിച്ചത്. ഞാൻ അവിടെ മോൻ കാണിച്ചിട്ട് പണ്ട് കർഷക സമരത്തിലൊക്കെ പങ്കെടുത്താലേ ഞാനും വരുന്നു. എന്റെ താടി വടിച്ചിട്ട് പോറോ. ഞാൻ അവിടെ ഒന്ന് മോൻ കാണിച്ചിട്ട് വരാന്ന്. ഒരു 1/2-3 മണിക്കൂറോട് എത്തില്ലേ? ഇനിയിപ്പൊ നമ്മളായിട്ട് എന്തിനാ പടക്കണ്? മൂസേ ഇഞ്ഞെങ്കിലും ഇവിടെ നിൽക്കാൻ എനിക്ക് പേടിയാത്ത കുഞ്ഞുമോനെ. ഓരെ കത്തുന്നല്ലേ എന്റെ ഒരു ദിവസം അങ്ങോട്ട് പോകും. ഇവിടെ കുത്തിരുന്നോളി. എങ്ങനെ പോകാനാ? ഇതെന്തേ തങ്ങള് മുടി വെട്ടാണ്ട് വന്നേ? ആ ബാർബർ ബാലിന്റെ ഷോപ്പില് മുടിവെട്ട് മാത്രം നടക്കുന്നില്ല, ഏതു നേരം ചർച്ചയാ. എന്നാ പിന്നെ വേറെ ഏതെങ്കിലും ബാർബർ ഷോപ്പ് പോയാ പോരാഞ്ഞു? അത് പറ്റൂല പത്തു. ബാർബർ ബാലിന്റെ പീടിയെന്ന് മാത്രം നിങ്ങൾ മുടി വെട്ടുള്ളൂ? വേറെ എത്ര ബാർബർ ഷോപ്പ് ഉണ്ട്? ആടൊന്നും നിങ്ങളെ മുടി പൊറിയൂലേ? അതൊന്നല്ല പത്തു. കൊല്ലം 10-20 നമ്മൾ ഓന്റെ അടുത്ത് മുടി വെട്ടണ്. ഓനറിയാ നമ്മളെ മുടി എങ്ങനെയാ വെട്ടേണ്ടതെന്ന്. കണ്ടറിഞ്ഞ മുടി വെട്ടാനുള്ള ഒരു സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റൈലി. രാത്രി 8 മണി വരെയുള്ളൂ കേട്ടോ റിസപ്ഷൻ. അതിന്റെ മുന്നേ നരിക്കുനി എത്തണം. മുടിവെട്ടല് നമുക്ക് വേറൊരു ദിവസത്തേക്ക് മാറ്റിച്ചൂടെ? എന്നാ പിന്നെ റിസപ്ഷനിൽ ഞാനും കുട്ടികളും മാത്രം പോകാം, നിങ്ങൾ വരണ്ട. ആ എന്ത് പറച്ചലാണ് പത്തു. സലാംക്ക നമ്മള് പ്രത്യേകം ക്ഷണിച്ചല്ലേ. നമ്മൾ എവിടെയും ചോദിച്ചാൽ എന്ത് പറയൂ? മുടി വെട്ടി മനസ്സുകോലത്തിൽ വരാൻ പറ്റാത്തതിനെ കൊണ്ട് നിങ്ങളൊപ്പരും കൂട്ടിയില്ലാന്നങ്ങ് പറയൂ. ഈ വേറെ ബാർബർ ഷോപ്പ് പോവാൻ നമ്മൾ നിർബന്ധിക്കല്ലേ പത്തു. അത് നമുക്ക് തൃപ്തിയാവൂല. മുടിന്റെ നീളം കുറയണം, എന്നാ തന്നെ മുഖത്തിനൊരു വൃത്തിയും വെടുപ്പും ഉണ്ടാവും. അല്ലാണ്ട് വലിയ സ്റ്റൈലാക്കാൻ മാത്രം പവറുള്ള മുടിയൊന്നും അല്ല ഞങ്ങളത്. പാത്തോ ഈ എന്തൊക്കെ പറഞ്ഞാലും ശരി, സ്ഥിരമായിട്ട് വെട്ടുന്ന ബാർബർ ഷോപ്പ് മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഉപ്പച്ചേ, ആ ബാർബർ ബാലിന്റെ അടുത്ത് തന്നെ എന്നും പോകുന്നോണ്ടാണ് ഉപ്പച്ചിന്റെ ഹെയർസ്റ്റൈൽ ഇങ്ങനെ തന്നെ. ഉപ്പച്ചി ഒന്ന് ബാർബർ ഷോപ്പ് മാറ്റി നോക്ക്. അപ്പറയാ മുടിയിലുള്ള മാറ്റോ. ഞാനേ ആ ബ്യൂട്ടി സലൂണിൽ നിന്നാണ് മുടി വെട്ടിക്കുക. അതിന് ഈ മുടി വെട്ടിക്കലുണ്ടോ? കഴിഞ്ഞ കൊല്ലാണ് എന്റെ മുടി ഇത്തിരി നീളം കുറഞ്ഞു കണ്ടു. ഉപ്പച്ചി ഇതൊക്കെ ന്യൂജൻ സ്റ്റൈലുകളാണ്. സ്റ്റൈല് മുള്ളമതിന്റെ മുള്ളു പോലെ ഇരിക്കണം അവന്റെ മുടി. സൈഡിൽ നിന്ന് നോക്കിയാൽ കിളിക്കൂട് പോലെ ഉണ്ട്. നമ്മളെ വൈക്കോലില്ല ആ ഇങ്ങനെ കൂട്ടി വെച്ചോണ്ടല്ലേ ഇത്. ഇതിന്റെ ഉള്ളിൽ പാമ്പോ ചേരും ഉണ്ടോന്നാ നമ്മളെ സംശയം. ഉമ്മച്ചേ, നിങ്ങൾക്ക് ഫാഷൻ സ്റ്റൈൽ ഒന്നും അറിയില്ല. ഒന്നും മിണ്ടാണ്ടിക്ക്, വിട്ടിത്തര ഒന്ന് വിളിച്ച് പോവാണ്ടിക്ക്. വെമ്പറിന്റെ ബാർബർ ഷോപ്പ് പോയിട്ട് നിങ്ങൾ മുടി വെട്ടരുതേ. ഉപ്പച്ചേ, നിങ്ങളെപ്പോലുള്ള ഓൾഡ് ജനറേഷനെ പറ്റി ഒരു സാധാരണ കടയുണ്ട്. അവിടെ നല്ല ഒരു അസൽ ബാർബറുണ്ട്. ബാർബർ ബച്ചൻ. ബച്ചനോ? അമിതാഭ് ബച്ചൻ എന്നാണ് അയാളെ പേര്. ഷോല ഇറങ്ങിയ കൊല്ലം ജനിച്ചത് കൊണ്ടാണ് അയാൾക്ക് അങ്ങനെ ഒരു പേര് വേണത്. ഉപ്പച്ചേ, നിങ്ങൾ ആടെ ചെല്ല്, നല്ല അസലായിട്ട് വെട്ടിത്തരൂ. അല്ല എന്താ ബാർബർ ഷോപ്പിന്റെ പേര്? ഷോലെ സലൂൺ. എന്നാ ഞമ്മളൊന്ന് പോയിട്ട് വരാൻ പറ്റുമോ? ഒരു മാറ്റാർക്ക് ഇഷ്ടമില്ലാത്ത. എന്നാ പോയി വന്നോളി. വെട്ടിട്ടേ നല്ല മൊഞ്ചനായിട്ട് ഞാൻ വരാം. അന്റെ മുടി ഒരു റബ്ബർ ബാൻഡ് വെച്ച് ഇങ്ങനെ അല്ലെങ്കിൽ റിസപ്ഷന് ഞാൻ എന്റെ മോനെ ആരെയും പരിചയപ്പെടുത്തൂല. അതിലും നല്ലേ എന്റെ ഉമ്മയാണ് ആരോടും പറയാണ്ടിട്ട് എന്നെ നാണം കെടുത്താണ്ടെന്നാ മതി. നിങ്ങൾ വലിയ വാല് വർത്താനം പറഞ്ഞ് നിർത്തും വെച്ച് ഭയങ്കര ഓവറാണ്. എറിഞ്ഞോട് തീരാത്ത കളിയല്ലേ. भाई साहब कैसा कट करना चाहिए? പഠിച്ചോനെ ഹിന്ദിയോ? घबराना मत, मैं अच्छा तरह बाल कट करेगा. ഇത് ശരിയാവൂല. എന്ത് ധൈര്യത്തിൽ ഇവനൊക്കെ തലച്ചൊടുക്കുക? भाई साहब आपका मुंडी मेरे पास सेफ होगा. അല്ല നിങ്ങൾ ആദ്യമായിട്ട് വെട്ടുന്നല്ലേ? ഈ നീളം കുറച്ച് വെട്ടാനൊക്കെ നിങ്ങളോട് എങ്ങനെയാ പറയാ? मैं मलयालम मालूम, आप मलयालम में बोलो. അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മളെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങളെ ഹിന്ദി ഞമ്മക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത് ശരിയാവൂല. അല്ല വേണ്ട. क्या है भाई? क्या 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 है? അല്ല മൂസക്കായി നിങ്ങള് മുടി വെട്ടാണ്ട് പോവാ? അല്ല അത് ശരിയാവില്ല. ഭാഷ അറിയാണ്ട് ശരിയാവില്ലടോ. ഞാൻ കൊറേ നാളായിട്ട് ഇവിടുന്ന് വെട്ടല്. അന്റെ തല കണ്ടാലേ ഇജ്ജ് മുടി വെട്ടണ മാതിരിയൊന്നും തോന്നൂല്ലോ. തേനീച്ചുകൂട് പോലുണ്ട് എന്റെ തല. ഇജ്ജ് എന്തിനാണ്ട് മുടി ഇങ്ങനെ വളർത്തണത്? ഞാൻ വളർത്തുന്നല്ല മൂസക്കായി, മുടി വളരുന്നതാ.
ഈ പണ്ടത്തെ ഹിപ്പി മുടിക്കാരെ പോലെ ഈ ജട പിടിച്ച മുടി കൊണ്ട് നടക്കാണ്ട് അനക്കൊക്കെ മനുഷ്യക്കോലത്തിൽ നടന്നുവിടറോ. നമ്മള് മലയാളി ബാർബർമാരെ കടയിൽ കയറിയാല് അവര് പറയുന്നത് ഇത് തന്നെയാ. അതുകൊണ്ടാണ് ഞാൻ ഈ ബീഹാറി ഫ്രണ്ടിന്റെ അടുത്ത് മുടി വെട്ടിക്കുന്നത്. ഓല് ചോദ്യങ്ങൾ ചോദിച്ച് ഇടങ്ങാറാക്കൂല, മുടി വെട്ടും പൈസ വാങ്ങും. അതിന് ഈ ഏത് ഭാഷയിലും ഒരു വർത്തമാനം പറയല്? 5ാം ക്ലാസ്സിൽ 5 കൊല്ലം കുത്തിരുന്ന എനിക്ക് ഹിന്ദി വായിക്കാൻ അറിയോ? 3 തോറ്റത്ത് ബോംബെയിലേക്ക് വണ്ടി കയറിയോല് ഹിന്ദി പറയുന്നത് സ്കൂളിൽ പഠിച്ചിട്ടാ? ഒക്കെ ഞാൻ കേട്ട് പഠിച്ചതാ. ഞാനിപ്പം വേണമെങ്കിൽ പ്രധാനമന്ത്രിന്റെ പ്രസംഗം വരെ തർജ്ജമ ചെയ്യും. क्या കോയി ബാത്തിനെ കോയി കുളിക്കല്ലെന്നല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞേ. അത് നമുക്ക് പൊടിയിട്ടേക്ക്. മൂസക്ക, നിങ്ങളെ ഹിന്ദി കേട്ടാല് ഇയാള് ബീഹാറിലേക്ക് ഓടിപ്പോവും. അതുകൊണ്ട് ഹിന്ദി വേണ്ട. മൂസക്കൊക്കെ നല്ലത് ആ ബാർബർ ബാലിന്റെ തുരുമ്പെടുത്ത കത്രിക തന്നെയാ. കേരളത്തിൽ ഹിന്ദി അറിയാണ്ട് ജീവിക്കാൻ പറ്റേണ്ടി വരുന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലടോ. കാലത്തിന്റെ ഓരോ മായാജാലേ. ദിൽവാലെ ദുൽഗാനി അല്ലേ ജായെങ്കെ, കുച്ച് കുച്ച് ഹോത്താ ഹേ, ആപ്പ് ജൽദി ചുക്കെ ജായെങ്കെ, ഹം ഹരാ ഗോയെങ്കെ. സുശീല, ठीक है ജി പച്ചള്ളം പോലെയാണല്ലോ ഹിന്ദി പറയണേ. ജി വരെ ഹിന്ദി പഠിച്ച് ഞമ്മക്ക് ഹിന്ദി കേട്ടാലെങ്കിലും ഒന്ന് മനസ്സിലായാൽ മതി. സിക്കന്ദർ ഹുക്കന്ദർ ഹുക്കന്ദർ മുക്കന്ദർ വക്കന്ദർ. ये मेला है वेदर की हूँ. അല്ലങ്ങൾ പിന്നെ മുടി വെട്ടാണ്ട വന്നേ? പിന്നെന്തിനു പോയതാ? ബാർബർ കാണാൻ പോയതാ? ആ ബാർബർക്ക് മലയാളം അറിയില്ല. ബാർബർക്ക് മലയാളം അറിയണ എന്തിനാ? മുടി വെട്ടാൻ അറിഞ്ഞാ പോരെ? അല്ല, ആദ്യമായിട്ട് മുടി വെട്ടുന്നതാണല്ലോ. അപ്പൊ ഞമ്മക്ക് പല കാര്യം പറഞ്ഞു കൊടുക്കാണ്ടാവേ. നമ്മൾ ഏത് ഭാഷയെ പറയൂ? എന്തേ തങ്ങൾക്ക് ഇത്രക്കൊക്കെ പറഞ്ഞു കൊടുക്കാണല്ലേ? മുടീന്റെ നീളം കുറച്ചാ മതി, പറ്റ വെട്ടണ്ട, കൃതാവ് താത്തണ്ടെന്നൊക്കെ പറയണ്ടേ. അല്ലെങ്കിൽ അവന്റെ കത്രി പോണ വഴി കാണൂല. ഓ, എന്നാ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, റസിയനെ വിളിക്ക്, ഓള് പറഞ്ഞു കൊടുക്കൂ. അതൊക്കെ ആരും കണ്ട മോശമല്ല പത്തു. ആരെങ്കിലും കണ്ടാ മോശാന്നറിയ നിങ്ങൾ എന്തേ തൊട്ടയച്ചിട്ടാ നിക്കണേ? ഞമ്മക്ക് ഹിന്ദി അറിയൂലെന്ന് നാട്ടുകാർ അറിഞ്ഞാൽ ഞമ്മക്ക് കുറച്ചലാ. 5 കൊല്ലം കുത്തിരുന്ന സുശീലേ ഹിന്ദി മണിമണിയായിട്ട് പറയുന്നത് നമ്മളെ കാതുകൊണ്ട് കേട്ടതാ. ഓന്റെ ഒക്കെ തലേന്റെ അകത്തെ ആൾതാമസം ഉണ്ട്, അല്ലാണ്ട് നിങ്ങളെ മാതിരി മരുമണ്ടേനല്ല. എന്താ ഉമ്മച്ചിയെ, ഉപ്പച്ചിന്റെ തലക്ക് കുഴപ്പം? ഉപ്പച്ചി മുടി വെട്ടാൻ പോയി. ഹിന്ദിക്കാരൻ ബാർബർ തല വെട്ടിക്കാളെന്ന് വിചാരിച്ചിട്ട് ഉപ്പച്ചി പേടിച്ചു പോന്നിക്ക. ഉപ്പച്ചിക്ക് അത്രയും പേടി ഹിന്ദിക്കാരെ? ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആൾക്കാരെ നമ്മൾ വെറുതെ പേടിക്കാൻ മോളെ. ഞമ്മക്ക് ഓരോ പേടിയൊന്നുമില്ല. ഒക്കെ വയറ്റ് പൈപ്പിന് വരുന്ന പാവങ്ങളാണ്. റസിയ, ഈ ഒരു കാര്യം ചെയ്യും, ഉപ്പച്ചിന്റെ ഒപ്പരം ചെല്ലി മുടി വെട്ടാനി. ഉപ്പച്ചിന്റെ കൊച്ചുകുട്ടിയാണോ ആളെ കുട്ടി മുടി വെട്ടിക്കാൻ? ഈ ഉപ്പച്ചിന്റെ മലയാളോ ഹിന്ദിയിലേക്ക് തർജുമാക്കി കൊടുക്കണല്ലോ. എന്റെ ഉമ്മച്ചി എന്നെ കൊണ്ട് പറ്റൂല. ഹിന്ദി പാട്ട് കേട്ടില്ല, ഹിന്ദി എനിക്കറിയൂ. മുടിയുടെ ഹിന്ദി പോലും എനിക്കറിഞ്ഞൂടാ. പിന്നെ എന്തിനാ +2 വരെ ഇങ്ങനെ പഠിക്കണേ? 10ാം ക്ലാസ്സിൽ ഹിന്ദി വിട്ടില്ല ഉമ്മച്ചി ഞാൻ. അന്നോടാരെ ഹിന്ദി വിടാൻ പറഞ്ഞേ? പഠിക്കുന്നതിന് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? നിങ്ങൾ രണ്ടാളും അടി കൂടണ്ട. നമ്മൾ ആ ബാർബർ ബാലിന്റെ പീഡിയെ തന്നെ ഒന്ന് പോയി നോക്കട്ടെ. ഓൻ അവിടെ ഉണ്ടെങ്കിലും മുടി വെട്ടിച്ചിട്ട് വേഗം വരാം. ഈ വിദ്യാഭ്യാസം ഇല്ലാണ്ടായത് ആകെ അടങ്ങറായി. വിദ്യാഭ്യാസം ഇല്ലാത്ത മരമണ്ടന്മാരെ കെട്ടി ഇതാണ് കൊഴുപ്പോ. ഉപ്പച്ചിനെ മാത്രം പറയണ്ട, ഉമ്മച്ചിക്കുണ്ടോ വിദ്യാഭ്യാസം? ഒന്നടുത്ത് തന്നാണ്ടല്ലോ. ഞാൻ എന്റെ ബാർബർ ബാലിന്റെ അടുത്ത് മുടി വെട്ടാൻ അങ്ങ് പോണിട്ടോ. ഞാൻ ഇപ്പൊ ഒരേ കുത്തിരിക്കല്ലേ, മോണ്ടാത്ത വർത്താനം പറഞ്ഞാണ്ടല്ലോ ഒരു തുള്ളി വെള്ളം തരൂല. അല്ല, ഇവിടെ ആരും വന്നില്ല ഇതുവരെ? ഇല്ല, ഇവിടെ ആരും വന്നില്ല. ഈ കസേരക്കാര് കുത്തിരിഞ്ഞെല്ലാം വേറെ ബാർ ഷോപ്പിൽ പോകുന്നു. ഇത് പാതി വയ്യായി പോയില്ലേ? അല്ല, ബാർബറോടെ പോയി? ഓ നേരത്തെ പോക്ക വന്നിക്കില്ല. സഖാവിന്റെ 16 അടി നിറും കഴിഞ്ഞ് അയാളുടെ പേരക്കുട്ടീന്റെ ചോറൂണ് കഴിഞ്ഞിട്ടേ വരൂ. അതാ വന്നല്ലോ. ചെങ്കൊടി പൊതിച്ചുള്ള സഖാവിന്റെ ആ കിടപ്പ് മറക്കാൻ പറ്റും. എന്നെ തുണി പതിപ്പിച്ചുകൂടി ഇരുത്തിയ മറന്നുപോയോ? ഏയ് മറന്നിട്ടൊന്നുമില്ല, അതുകൊണ്ടല്ലേ ഞാൻ വേഗം വന്നത്. എന്നാലും മൂസക്ക, നിങ്ങൾ മരിച്ച പുരയിൽ വരാഞ്ഞ മോശമായിപ്പോയി. മീൻ കച്ചവടക്കാരടക്കമുള്ള തൊഴിലാളി വർഗത്തിന് വേണ്ടി ഘോരം പ്രസംഗിച്ച ആളാണ് മരിച്ച കുഞ്ഞികൃഷ്ണേട്ടൻ. മൂസക്കൊന്ന് വരായനെ. ഞമ്മക്ക് എങ്ങനെങ്കിലും മുടിയൊന്ന് വെട്ടിക്കിട്ടണം. ഇതാണ് മലയാളിയുടെ പ്രശ്നം, ഈ സ്വാർത്ഥത. ഞാനും കെട്ടിയോളും കുട്ടിയോളും എന്ന ചിന്ത മാത്രം. ഇതെന്ന് വിടുന്നു അന്നേ മലയാളി നന്നായി. ഹലോ, വേ വരാ. ഓ കെട്ടിയോളാ, കുട്ടിയോളെയും കൂട്ടി വേഗം ചെല്ലേ.
ഈ മലയാളികൾ നന്നായിനെങ്കിലേ നമ്മൾ മുടി വെട്ടങ്ങനെ ഓടി നടക്കേണ്ടി വരില്ല. എന്താ മലയാളിക്ക് കുഴപ്പം? പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുക്കാണ്ട് തെണ്ടി നടക്കൂ, അതന്നെ. മറ്റൊരു നേരം വണ്ണം പണിയെടുത്ത് കൂലിയും വാങ്ങി വീട്ടിൽ പോകും. കേരളത്തിലെ തൊഴിലാളികൾ അവകാശബോധമുള്ളവരാണ്. മറുനാടൻ തൊഴിലാളികൾ അങ്ങനെയല്ല. അവർ കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യും. അങ്ങനെ ചൂഷണത്തിൽ നിന്ന് കൊടുക്കാൻ മലയാളികളെ കിട്ടില്ല. അതും പറഞ്ഞ് കിട്ടണ കൂലിക്ക് പണിയെടുക്കാണ്ട് നമ്മൾ നിൽക്കും. അപ്പം പണിക്ക് ആളെ കിട്ടാണ്ട് വരും. അപ്പം മറുനാട്ടുകാരെ ക്ഷണിക്കും, എന്നിട്ട് ഓരോ ചൂഷണം ചെയ്യും. ഇതെല്ലാം നമ്മൾ മലയാളികൾ. ഒരു തൊഴിലാളി ബോധമില്ലാതെയാണ് മൂസ സംസാരിക്കുന്നത്. മെമ്പറെ, നമ്മളിവിടെ തൊഴിലാളികളുടെ അവകാശവാദത്തെക്കുറിച്ച് തർക്കിക്കാൻ വന്നതല്ല, മുടി വെട്ടിക്കാൻ വന്ന. 2-3 നാൾ വെയിറ്റിംഗിലാ മൂസക്ക. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരും. ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 2 ഈ താടി ഒന്ന് ഫ്രീ ആക്കിത്താ. അപ്പോളേ നമ്മളെ തല ഏതെങ്കിലും ഹിന്ദിക്കാരൻ കൊണ്ട് കൊടുക്കാൻ പോവാ. ഓൻ വെട്ടുകയാണെങ്കിൽ വെട്ടട്ടെ. പോട്ടെ മെമ്പറെ. അങ്ങോട്ട് നിൽക്കൂടെ, കൊറേ നേരമായിട്ട് ഇങ്ങനെ തേക്കുവാൻ തുടങ്ങി. പണിയെടുക്കുവാൻ വന്ന പണിയെടുക്കണം, പ്രസംഗിക്കുവാൻ നിൽക്കറി. പഠിക്കണ്ടെന്ന് എന്ത് പഠിക്കാ പോവാറുന്ന്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇരിക്കട്ടെ. മെമ്പർ അതിന്റെ ഒരു ഫ്ലോ പോയി. ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. മെമ്പർ ഇരിക്കും. അല്ല മൂസ, ഈ പിന്നെ മുടി വെട്ടാണ്ട് വരിക, പാത്തോടെ കരിതുള്ളി നിക്കുക. ഇനിയും പോയാലേ എന്റെ തല കാണൂല, എന്റെ മുടി വെട്ടണ്ടേ വരൂല. നമ്മളാ ബീഹാറുകാരൻ ബാർബറിന്റെ അടുത്ത് തല വെക്കാൻ പോവുക. അതിനു മുമ്പ് മോളെ മോനെ ഒന്ന് കൂട്ടണം. 10ാം ക്ലാസ് വരെ പഠിച്ച ഹിന്ദി ഉണ്ടല്ലോ ഒരേ കൈമല്. ബാർബറോട് വർത്താനം പറയാനേ എന്തിനാണോ 10ാം ക്ലാസ് വരെ പഠിക്കുന്നത്? ഓരോതെങ്കിലും ചോദിച്ചാൽ നമ്മൾ വായം പൊളിച്ച് കുത്തിരിക്കണ്ടേ? എന്തിനു വായം പൊളിച്ചിരിക്കുന്നത്? നല്ലോണം വർത്താനം പറയണോ? ഞമ്മക്ക് പറയാൻ പറ്റൂല്ലോ. അതിനാണ് നമ്മൾ റസ്യാനെ കൂട്ടണത്. എനിക്ക് ജീവൻ കൊതിയില്ലേ മൂസേ? പാത്തിന് എനിക്ക് അറിഞ്ഞൂടെ? ഈ മുടി വെട്ടാണ്ട് 3-4 പ്രാവശ്യം മടങ്ങി വന്നെന്ന് പറഞ്ഞ് ഓള് മിറ്റത്ത് നിക്കുക. പഴുപ്പിച്ച ചട്ടകണം ഓളെ കയ്യില്, അറിയോ? അല്ലോ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അനക്കൊപ്പരം കൂട്ടുവരേണ്ട കാര്യം നമ്മളേറ്റ്. ആ ബീഹാറുകാരൻ ബാർബറോട് പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞോളാം. അതിന് കദീസമ്മക്ക് ഹിന്ദി അറിയോ? പിന്നല്ലാണ്ട് അറിയോ? നിന്റെ കെട്ടിയോന് പണിയേ ബോംബെയിലായിരുന്നു. അവിടുന്ന് മലയാളികളെ ഗൾഫിലേക്ക് കടത്തി കൊടുത്ത ആളാ. മൂപ്പരൊപ്പം ഞാനുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചതാ. എന്നാ പിന്നെ കദീസമ്മ വന്നാ മതി. അല്ല, ഹിന്ദിയിൽ എന്തൊക്കെ അറിയുങ്ങൾക്ക്? എനിക്കോ കാണാൻ പോണ ഹിന്ദി പറഞ്ഞറിയിക്കണോ? അതൊക്കെ ബാർബർ ഷാപ്പിൽ ചെന്നിട്ട് കാണിച്ചു തരാം. വഴിവക്കി നിന്നിട്ട് എന്റെ പരീക്ഷയ്ക്ക് ഉത്തരവിതുണ്ടല്ലോ, അത് മതി. ഞാൻ നമ്മളെ കൂടെ കയറിക്കോളി. വെറുതെ അങ്ങനെ വരാൻ പറ്റൂല. ഒരു ചായ പൈസ തരാതെ നമ്മള് വരൂല. ചായ പൈസ നമ്മള് തരും. വെറും ചായ ഞാൻ കുടിക്കൂലേ, എന്തെങ്കിലും ഒന്ന് കടിക്കാൻ വേണം. കായ്പം പോരെ? കായ്പ ആർക്ക് വേണടോ? ഉന്നക്കായും മുട്ടമാല മുന്തിയ തന്നെ പറ്റുള്ളൂ. അതൊക്കെ ഞാൻ വണ്ടി തിരിക്കാം. എന്തായാലും പാത്തുന്റെ അടുത്ത് ചീത്തയൊക്കെണ്ടല്ലോ. കേറിക്കോളി. കേറട്ടെ, ഞാൻ എന്നെ പിടിക്കേ. എവിടെയാ പിടിക്കേണ്ടത്? പിടിച്ചോളി. പോവല്ലേ? റെഡി. അല്ല, നിങ്ങള് ഇതിനൊരു എയിം കിട്ടുന്നില്ല. ചാടിക്കൂലേ? आइए बैठिए। മുടിയുടെ നീളം കുറച്ചാ മതി, പറ്റ പെട്ടണ്ടെന്ന് പറഞ്ഞാളി. മൂപ്പര ബാലിന്റെ നീളം കുറച്ചാ മതി. നമ്മള് ബാലിന്റെ നീളോ? നിങ്ങൾ എന്തൊക്കെ കരിസുമ്പോ പറയണേ? ബാലിന്റെ നീളം കുറയ്ക്കാൻ നമ്മളെന്താ കുറങ്ങനാ? അനക്കേ ഒരു ബാല കുറവുണ്ട്. എടോ, ബാലെന്ന് പറഞ്ഞാല് മുടി എന്നാണ് അർത്ഥം. എന്നാലേ പറ്റ പെട്ടെന്നാണ് കൂടി പറഞ്ഞാളി. മുട്ട വേണ്ട, കുച്ചു 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 പാല് വേണം. നമ്മൾ പറഞ്ഞ ഹിന്ദി ഒന്ന് മനസ്സിലായി. ഇത് എന്ത് ഹിന്ദിയാന്ന്? ഇത് മലയാളല്ലേ? നിങ്ങളല്ലേ പറഞ്ഞ ഇങ്ങക്ക് ഹിന്ദി അറിയാന്ന്? എന്തിനാ മൂസ നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാനും പറയാനും ആണല്ലോ. ഞാൻ പറഞ്ഞത് ഒരു മനസ്സിലാവുന്നുണ്ട്, അതുപോലെ. അത് മതി. അത് ശരി, ഓന് മലയാളം അറിയാന്ന്.
എന്നാ പിന്നെ നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ട് ഹിന്ദി പറയുന്നേ? ഇതന്നെയാണ് നേരത്തെ വന്നപ്പോ നമ്മളോടും പറഞ്ഞേ. നമ്മൾ വിചാരിച്ച് ഓന് മലയാളം അറിയില്ലാന്ന്. എന്റെ മൂസേ, ഈ നാട്ടിൽ ജോലി ചെയ്യുന്നവര് ഈ നാട്ടിലുള്ള ഭാഷയും പഠിച്ചിരിക്കണം. നമ്മൾ ഡൽഹിയിലും ബോംബെയിലൊക്കെ പോകുമ്പോഴും ഹിന്ദി പഠിക്കുന്നില്ലേ? അതേമാതിരി. എന്നാ പിന്നെ ഞമ്മള് ഇനി ഇവിടുന്നേ മുടി വെട്ടുള്ളൂ. നമ്മള് മലയാളികള് സ്വന്തം നാട്ടില് ഒരു പണി എടുക്കൂല. അന്യനാട്ടിൽ പോയിട്ട് എന്ത് പണി വേണമെങ്കിലും എടുത്തോളൂ. ബായില് വലിയ നാവാ. നമ്മള് ദുബായി പോകുമ്പോലെയാണ് ഈ പാവങ്ങള് ഇങ്ങോട്ട് വരുന്നത്. ഇവരെ വയല് വെച്ച് കാണുമ്പോ ചുണ്ടത്ത് ഒരു ചിരി ഉണ്ടാവാൻ മറക്കരുതേ.